കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ആലുവയിൽ നിന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. ആലുവ ജില്ലാ ആശുപത്രിയിൽ മോഷണം നടന്നു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. 4 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് മോഷണം പോയത്. ഇൻസ്പെക്ഷന് ശേഷം അടച്ചിട്ട വാർഡിലാണ് മോഷണം നടന്നത് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. 4 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട്. ആലുവ ജില്ലാ ആശുപത്രിയിലാണ് മോഷണം പോയിരിക്കുന്നത്. 4 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് മോഷണം പോയത്. ആശുപത്രിയുടെ ആവശ്യങ്ങൾക്കായുള്ള ഉപകരണങ്ങളടക്കമാണ് ഈ 4 ലക്ഷത്തോളം സാധനങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെ പോയി എന്നൊരു കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല. എന്തെല്ലാം സാധനങ്ങളാണ് പോയിരിക്കുന്നത്, എന്തെല്ലാം വില കൂടിയ സാധനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകാനുള്ള എന്തെല്ലാം സാധനങ്ങളാണ് നിലവിൽ ഇപ്പോൾ പോയതെന്ന് അറിയത്തില്ല. ഇൻസ്പെക്ഷന് ശേഷം അടച്ചിട്ട വാർഡിൽ നിന്നാണ് ഈ മോഷണം പോയിരിക്കുന്നത്. എന്തായാലും കൃത്യമായ രീതിയിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് പോയത്? 4 ലക്ഷത്തോളം രൂപയുടെ സാധനമാണ് പോയതെന്നൊരു വിവരമാണ് ലഭിച്ചത്. ആരാണ് ആ മുറിയിൽ കയറിയത്? ഏതൊക്കെ രീതിയിലുള്ള സാധനങ്ങളാണ് അവിടെ നിന്ന്? എന്തൊക്കെ ഉപകരണങ്ങളാണ്? എന്തൊക്കെ ആശുപത്രിക്ക് ആവശ്യമായുള്ള സാധനങ്ങളാണ്? മരുന്നുകളടക്കമുള്ള സാധനങ്ങളാണോ? അതോ എന്തെങ്കിലും ഇഞ്ചക്ഷൻ മരുന്നുകളാണോ മറ്റു ഉപകരണങ്ങളാണോ എന്ന രീതിയിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും 4 ലക്ഷത്തോളം സാധനങ്ങൾ ആലുവ ആശുപത്രിയിൽ നിന്ന് മോഷണം പോയി എന്നൊരു വിവരമാണ്, വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കൃത്യമായ രീതിയിൽ ആശുപത്രി അധികൃതർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള എന്തൊക്കെ സാധനങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ആശുപത്രിക്ക് ആവശ്യമായുള്ള സാധനങ്ങളാണ് ഇവിടെ നിന്ന് മോഷണം പോയത്? അവസാനമായി ആരാണ് കയറിയത്? എങ്ങനെയാണ് ഈ മോഷണ വിവരം എന്നൊരു കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും 4 ലക്ഷത്തോളം സാധനങ്ങൾ ആശുപത്രിയുടെ ആവശ്യങ്ങൾക്കായുള്ള മരുന്നുകളടക്കമുള്ളവയാണോ എന്നൊരു കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ആലുവ ജില്ലാ ആശുപത്രിയിൽ മോഷണം നടന്നു. 4 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയി. ഇൻസ്പെക്ഷന് ശേഷം അടച്ചിട്ട വാർഡിലാണ് ഈ മോഷണം നടന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.